അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ഇപ്പോൾ ഈ ഈ ആം ആദ്മി പാർട്ടിയെ ഏതു രൂപത്തിലാണ് ബി ജെ പി വേട്ടയാടുന്നത് എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിനും അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ ബാക്കി പാർട്ടികൾക്കൊന്നും എതിരഭിപ്രായമില്ല. ഇപ്പോൾ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ സമയത്ത് ഇന്ത്യ മുന്നണി എങ്ങനെയാണ് ഐക്യത്തോടു കൂടി അതിനുവേണ്ടി ശബ്ദമുയർത്തിയെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയിൽ നിന്നും നേതാക്കൾ കൊഴിഞ്ഞു പോകുമ്പോൾ ആത്യന്തികമായി അത് കോൺഗ്രസിന് ഗുണം ചെയ്യും എന്നൊരു വിലയിരുത്തലുണ്ട്. അതിനെങ്ങനെയാണ് ഷിബു മീരാൻ കാണുന്നത്? ഇപ്പോൾ പഞ്ചാബിൽ ബി ജെ പിക്ക് 2 MLA-മാർ മാത്രമാണല്ലോ. പഞ്ചാബാണല്ലോ അടുത്ത ലക്ഷ്യം. അവിടെ പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തൽ വരുന്നു. ആത്യന്തികമായി കോൺഗ്രസിനെ തകർത്തുകൊണ്ടാണല്ലോ ഈ ആം ആദ്മി പാർട്ടിയുടെ ആവിർഭാവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് തിരിച്ച് സംഭവിക്കാൻ പോകുന്നു എന്ന വിലയിരുത്തൽ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? അല്ല സ്മൃതി, ഇതിപ്പോൾ ഏതെങ്കിലും നിലക്ക് ഇപ്പോൾ പഞ്ചാബിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ അവിടെ ആം ആദ്മിയും കോൺഗ്രസും തമ്മിലായിരിക്കും നമ്മളിപ്പോൾ കാണുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നേർക്കുനേരെ ഒരു മത്സരം നടക്കുക. പക്ഷെ അവിടേക്ക് ബി ജെ പി എൻട്രി ചെയ്യാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ 10-ൽ 7 MP-മാരെ കൂറുമാറ്റുന്ന ഈ സമീപനം. നമ്മളിപ്പോൾ ഇതിന് ആം ആദ്മി പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ ഭാവി എന്നതിനപ്പുറത്ത് ഞാനിതിനെ കുറച്ചുകൂടി വിശാലമായ ക്യാൻവാസിൽ കാണുകയാണ്. യഥാർത്ഥത്തിൽ ഇത് പ്രശ്നം ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ തന്നെ നമ്മുടെ രാഷ്ട്രീയത്തിലെ നൈതികത എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു കാര്യത്തിൻ്റെ തന്നെ ഒരു ഭാവി നിർണ്ണയിക്കപ്പെടുന്ന ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മളിപ്പോൾ ഇത് ആദ്യമായി കാണുകയല്ല. ആം ആദ്മി പാർട്ടിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഇത്രയധികം ആളുകൾ ഒറ്റയടിക്ക് കൂറുമാറുന്ന അനുഭവം ആദ്യമായിട്ടാണ്. പക്ഷേ കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലമായി നിരന്തരമായി നമ്മളിത്തരം കാഴ്ചകൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഒരു വാഷിംഗ് മെഷീൻ്റെ രൂപത്തിൽ ബി ജെ പി പ്രവർത്തിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഈ അശോക് മിത്തൽ അദ്ദേഹം അവിടെ ഒരു വലിയ യൂണിവേഴ്സിറ്റി, ലൗലി യൂണിവേഴ്സിറ്റി എന്ന പേരുള്ള വലിയൊരു സ്വകാര്യ സർവകലാശാല നടത്തുന്ന ഒരു വ്യവസായിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനെതിരെ ഒരു അന്വേഷണം വരുന്നു. തൊട്ടു പിന്നാലെ അദ്ദേഹം ബി ജെ പിയിൽ ചേരുന്നു. ഇനി ആ അന്വേഷണത്തിന്റെ ഭാവി എന്താണ് എന്ന ചോദ്യമുണ്ട്. അവിടെയാണ് ഇതിന്റെ പ്രശ്നം കിടക്കുന്നത്. നമ്മളിപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബി ജെ പി നേതാക്കന്മാരൊക്കെ ഇപ്പോൾ ഇതോടൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ സ്മൃതി, പശ്ചിമ ബംഗാൾ. അവിടുത്തെ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി, നമുക്കറിയാം അദ്ദേഹം ഒരു അഴിമതി കേസിൽ പ്രതിസ്ഥാനത്ത് നിന്നയാളാണ്. പിന്നെ രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് മുൻപിൽ ഒറ്റ മാർഗ്ഗമുള്ളൂ, എന്താണ്? പാർട്ടി മാറി ബി ജെ പി ആവുക എന്നതാണ്. അത്തരത്തിലാണ് 193 രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ കേസെടുത്തിട്ടുണ്ട്. അതിൽ 2 എണ്ണം മാത്രമേ കൺവെൻഷനിലേക്ക് പോയിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ എത്രയോ നേതാക്കന്മാർ, അജിത് പവാർ മുതൽ ഇങ്ങോട്ട്, ഇപ്പോൾ ഛഗൻ ഭുജ്ബലൊക്കെ രാജ്ദീപ് സർവദേശായിയുടെ ഒരു അഭിമുഖത്തിൽ പറയുന്നത്, എനിക്ക് എൻ്റെ ജീവിതാവസാന കാലത്ത് ഞാൻ ജയിലിൽ കിടക്കുന്നത് ഓർക്കുമ്പോൾ എനിക്ക് ഭയം തോന്നി, അതുകൊണ്ട് ഞാൻ നേരെ പോയി ബി ജെ പിയിൽ ചേർന്നു എന്നാണ്. എന്ന് വെച്ചാൽ ഇതൊരു കള്ളച്ചൂത് ഇവിടെ നടക്കുകയാണ്. അതിന് രാഷ്ട്രീയ ചാണക്യൻ എന്നൊക്കെ പേര് കൊടുത്തിട്ട് ഇന്ത്യയിലെ കുറേ മാധ്യമങ്ങൾ അതിനെ ആഘോഷിക്കണം. എന്ന് വെച്ചാൽ അന്വേഷണങ്ങളുടെ കുരുക്കിൽ ഇങ്ങനെ പിടിച്ചെടുത്ത് തങ്ങളുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന കൊള്ളാവുന്ന ആളുകളെ കൂടെ നിർത്തുന്ന, വശംവദരാക്കുന്ന ഈ രാഷ്ട്രീയത്തെ ആത്യന്തികമായി വിചാരണ ചെയ്യുന്നതിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പഞ്ചാബിൽ ഇത് അങ്ങനെ ഇമ്പാക്ട് ഉണ്ടാക്കുന്നു എന്നതല്ല, കാരണം ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല. ഇനിയും നമ്മൾ തെരഞ്ഞെടുപ്പുകളിലേക്ക് പോകാറുണ്ട്. പക്ഷേ എത്ര വേഗമാണ് ഒരു മറുതന്ത്രത്തിലേക്ക് ബി ജെ പിക്ക് വരാൻ കഴിയുന്നത് എന്നുള്ള കൂടി പ്രതിപക്ഷം പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ വനിതാ സംവരണ ബിൽ പരാജയപ്പെട്ടതിന് തൊട്ടു പിന്നാലെ അംഗബലം ഉയർത്താനുള്ള അടുത്ത പരിപാടിയിലേക്ക് കടന്നിരിക്കുന്നു. അത് വളരെ വേഗം അതിന്റെ ഫലം കാണുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അത്ര വേഗത്തിൽ പ്രവർത്തിക്കാനും അത്ര വേഗത്തിൽ ചിന്തിക്കാനും പ്രതിപക്ഷത്തിന് എത്രത്തോളം കഴിയുന്നു? ഇപ്പോൾ വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട് ആദ്യം 1-2 ദിവസം വാർത്താ സമ്മേളനമൊക്കെ നേതാക്കളെ കണ്ടു. അപ്പോൾ ജനത്തിന് അത് കൃത്യമായി ബോധ്യപ്പെട്ടോ? ഇപ്പോൾ ഭരണപക്ഷം എല്ലായിടത്തും സ്ത്രീ വിരുദ്ധമായി ഇതാ പ്രതിപക്ഷം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അത് ആണോ ജനങ്ങളിലേക്ക് എത്തുക, അതോ നിങ്ങൾ വല്ലപ്പോഴും നടത്തുന്ന പ്രതികരണങ്ങളാണോ എന്നൊരു ചോദ്യം അവിടെയുണ്ട് ഷിബു മീരാൻ. ഞാൻ അത് തന്നെയാണ് സ്മൃതി. ഞാൻ അതിനൽപ്പം സ്വയം വിമർശനാത്മകമായി കൂടി വിലയിരുത്തുന്ന ഒരാളാണ്. നമ്മളിപ്പോൾ ഇന്ത്യ മുന്നണി എന്ന് നമുക്കറിയാം, ഒരു അയഞ്ഞ സംഘടനാ സംവിധാനമുള്ള ഒരു സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിലൂടെ രൂപപ്പെട്ടു വന്ന ഇന്ത്യയിലെ ഒരു പ്രതിപക്ഷ ഐക്യമായിരുന്നു. പക്ഷെ ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പരസ്പരം കോഴിപ്പോര് നടത്തുന്ന ഇന്ത്യയിലെ ഏത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയും ആവട്ടെ, അവര് ദേശീയ രാഷ്ട്രീയത്തിന്റെ വിശാലമായ ഒരു പരിപ്രേക്ഷ്യത്തിൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ച് ഒരുമിച്ച് ശക്തമായ ഒരു പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരേണ്ടത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായ ഒന്നാണ് എന്ന് ഞങ്ങൾ, കാരണം ഇത് കൈവിട്ട ഏത് കളിക്കും മടിയില്ലാത്ത രൂപത്തിൽ, എന്ന് വെച്ചാൽ അക്കൗണ്ടബിലിറ്റി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. പൊളിറ്റിക്സിനകത്തെ നൈതികത, ഒരു അഴിമതി ആരോപണം, നമ്മളിപ്പോൾ 2G സ്കാമൊക്കെ എത്രയോ മാസങ്ങൾ ദീർഘമായി ചർച്ച ചെയ്ത ഒരു രാജ്യമാണിത്, ചർച്ച ചെയ്ത മാധ്യമങ്ങൾ. ഇപ്പം എന്താ സംഭവിക്കുന്നത്? ഒരു അഴിമതി ആരോപണം വരുന്നു,
BJP അത് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിനായി കൊണ്ടുവരുന്നു. ആ നിമിഷം അയാൾ BJP വന്നാൽ ആ കേസ് എടുത്ത്, അതാണ് ഞാൻ സുവേന്ദു അധികാരിയുടെ കേസ് പറയും. ഇപ്പോൾ ഈ ശാരദ സ്റ്റിംഗ് ഓപ്പറേഷനൊക്കെ സ്മൃതിക്ക് ഓർമ്മയുണ്ടാവും. ഇന്ത്യയിൽ ശക്തമായി ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളൊക്കെ വന്ന ഒരു ഫിക്ടീഷ്യസ് കമ്പനിയോട് കുറെ രാഷ്ട്രീയ നേതാക്കന്മാർ കൈക്കൂലി നേർക്ക് നേരെ വാങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നൊരു അനുഭവമായിരുന്നു. ഫിർഹദ് ഹക്കീമിനെ പോലെ, പിന്നെന്താണ് മദൻ മിത്രയെ പോലെയൊക്കെയുള്ള തൃണമൂലിൽ തുടർന്ന നേതാക്കന്മാരെ അന്ന് പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി കൊടുത്തു. എന്നാൽ അതേ വർഷം ഏതാണ്ട് അതോട് അടുപ്പിച്ച് പാർട്ടി മാറിയ സുവേന്ദു അധികാരിക്കെതിരെ പിന്നീട് ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഹിമന്ത വിശ്വ ശർമ്മ അങ്ങനെ ഒരാളാണ്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഈ ഛഗൻ ഭുജ്ബൽ അടക്കം, അജിത് എത്രയോ പേരുകൾ, ഞാനിപ്പോൾ പേരുകളിലേക്ക് പോകുന്നില്ല. ഈ ഒരു കൾച്ചർ ഉണ്ടല്ലോ, ഈ അഴിമതി കേസുകൾ ഉയർത്തിക്കൊണ്ടുവന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൊണ്ട് ഭീഷണിപ്പെടുത്തി പ്രലോഭിപ്പിച്ച് പല മാർഗങ്ങളും സ്വീകരിച്ച് എതിരാളികളെ തങ്ങളുടെ പക്ഷത്ത് കൊണ്ടുവരുന്ന ഈ രാഷ്ട്രീയത്തിനെതിരെ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് വിശാലമായ ക്യാൻവാസിൽ പിന്നെ ഒരുമിച്ച് നിൽക്കാൻ കഴിയും. ഇത് ആം ആദ്മി പാർട്ടി മാത്രമൊന്നുമല്ല. ഈ വേട്ടയാടൽ കോൺഗ്രസ് നന്നായി അനുഭവിച്ചിട്ടുണ്ട്, NCP നന്നായി അനുഭവിച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ ഒരു പാർട്ടിക്ക് ഒരല്പം മെറിറ്റ് കൊടുത്തിട്ട് ബാക്കി പാർട്ടികൾ എന്ന മോശം എന്ന നിലയ്ക്ക് കാണാവുന്ന ഒരു സാഹചര്യമല്ല ഇവിടെ ഉള്ളത്. അങ്ങനെ പക്ഷേ പ്രധാനപ്പെട്ട നേതാക്കളെ മുഴുവൻ അകത്താക്കിയിരിക്കുന്ന ഒരു രീതി അത് ആം ആദ്മി പാർട്ടി നേരിടുന്നുണ്ട്. അത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്രത്തോളം നേരിടേണ്ടി വന്നു? ശരിയാണ്, കോൺഗ്രസിനെതിരെയും കോൺഗ്രസിലെ നേതാക്കൾക്കെതിരെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഹേമന്ത് സോറന്റെ കാര്യം ഇതേപോലെ ജയിലിൽ കിടന്ന മറ്റൊരു നേതാവാണ്. ജയിലിൽ കിടന്നിട്ടില്ലേ? ഉണ്ട്. അതെ, ഹേമന്ത് സോറൻ മാത്രമല്ല, നമുക്ക് ഓർമ്മയില്ല P. ചിദംബരത്തെ മതിൽ ചാടിക്കിടന്ന് പാതിരാത്രി ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ധനകാര്യമന്ത്രിയായിരുന്ന ആളല്ലേ. DK ശിവകുമാർ ജയിലിൽ കിടന്നിട്ടില്ലേ? നമ്മൾ അങ്ങനെ അതിനെ കാണണ്ട. അതിനകത്ത് ഇതൊരു പുതിയ രാഷ്ട്രീയ സംസ്കാരമാണ്. നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ഈ പറയുന്ന അന്വേഷണ ഏജൻസികളെയൊക്കെ ഉപയോഗപ്പെടുത്തി ഇപ്പോൾ കമൽനാഥിന്റെ ഒരു ഗവൺമെന്റിനെ തന്നെ അട്ടിമറിച്ച അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. 2018 തെരഞ്ഞെടുപ്പിൽ ഒരു കേവല ഭൂരിപക്ഷം മധ്യപ്രദേശിലെ കോൺഗ്രസ് ഗവൺമെന്റ്, സ്മൃതിക്ക് ഓർമ്മയുണ്ട്, മാർച്ച് മാസം 20-ാം തീയതിയാണ് അതിൽ നിന്ന് ജ്യോതിരാജ് സിന്ധ്യ വഴി MLA-മാരെ അടർത്തി മാറ്റി കമൽനാഥിന്റെ കോൺഗ്രസ് മന്ത്രിസഭയെ പിന്നെ അവർ അട്ടിമറിക്കുന്നത്. 25-ാം തീയതി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. അന്ന് മാധ്യമങ്ങൾ പറഞ്ഞത് ഈ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കാൻ പോലും കാത്തിരുന്നത് മധ്യപ്രദേശിലെ കോൺഗ്രസ് മന്ത്രിസഭ ഒന്ന് വീണ് കിട്ടട്ടെ എന്ന മട്ടിൽ നോക്കി നിന്നു എന്നാണ്. ഇതിപ്പോ ആം ആദ്മി പാർട്ടിയുടെ ഒരു പ്രശ്നമല്ല, കോൺഗ്രസിന്റെ പ്രശ്നമല്ല. ഇത് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് എല്ലാവർക്കും എതിരെ ഉപയോഗിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ആ നിലക്ക് ഇന്ത്യയിൽ പിന്നെ ഒരുമിച്ച് വരിക എന്നതല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഒറ്റയ്ക്ക് അങ്ങോട്ട് കൈകാര്യം ചെയ്ത് കളയാം എന്ന മറ്റുള്ള ഒരു പ്രശ്നമാണിതെന്ന് ഞാൻ കാണുന്നില്ല. കാരണം ഇതുകൊണ്ടോ ഈ പാർട്ടി ആം ആദ്മി പാർട്ടി കൊണ്ടോ ആ പാർട്ടിയിലെ തന്നെ ഈ നേതാക്കളെ കൊണ്ട് അവസാനിക്കുന്ന ഒരു കാര്യമല്ല എന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നിലക്ക് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഐക്യപ്പെടാൻ ഒരുപാട് സാഹചര്യങ്ങൾ ഇന്ത്യയിൽ രൂപപ്പെടുന്നതിന്റെ കൂട്ടത്തിലൊന്നാണ് ഇതുകൂടി എന്നാണ് ഞങ്ങളുടെ പാർട്ടി ഇതിനെ വിലയിരുത്തുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.